ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് മോഹൻലാൽ അമൽ നീരദ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്നതിനെ പറ്റിയുള്ള വാർത്തയാണ്. ഇരുവരും ചേർന്ന് ഒരു സിനിമ വരുന്നു എന്ന ഊഹാപോഹങ്ങൾ കുറെ കാലമായി അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ഈ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഭീഷ്മപർവ്വത്തിന്റെ തിരക്കഥാകൃത്തായ ദേവദത്ത് ഷാജി പങ്കുവച്ച ഒരു ഇൻസ്റ്റാ സ്റ്റോറി. ഭീഷ്മപർവ്വത്തിലെ ശ്രദ്ധേയമായ രംഗത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മീമാണ് ദേവദത്ത് ഷാജി പങ്കുവച്ചിരിക്കുന്നത്. അതിൽ സാഗർ ഏലിയസ് ജാക്കി എന്ന സിനിമയിലെ ഒരു രംഗത്തിന്റെ ചിത്രവും അതിനൊപ്പം ഒരു അമൽ നീരദ് പടം എന്നും എഴുതിയിട്ടുണ്ട്. ഇത് മോഹൻലാൽ അമൽ നീരദ് ചിത്രത്തിന്റെ സൂചനയാണെന്നാണ് കരുതുന്നത്. മമ്മൂക്കയുടെ ഒരു ചിത്രം കൂടി റീ റിലീസിന് ഒരുങ്ങുന്നു. മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം വീണ്ടും റീ റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. ഇപ്പോഴിതാ ഒരു വടക്കൻ വീരഗാഥയുടെ റീ റിലീസ് തീയതി പുറത്തിട്ടിരിക്കുകയാണ്. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്കുള്ള ആദരം കൂടിയായിട്ടാണ് ചിത്രം റീ റിലീസ് ചെയ്യുന്നത്. ഫെബ്രുവരി 7-നാണ് ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുന്നത്. വിജയ് ആരാധകർ ഏറെ നാളായി കാത്തിരിക്കുന്ന ചിത്രമാണ് ദളപതി 69. ഈ സിനിമയുടെ പേരിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. നാളെയെ തീർപ്പ് എന്നായിരിക്കും വിജയ് ചിത്രത്തിന്റെ പേരെന്നാണ് അനൗദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകൾ. വിജയ് ആദ്യമായി നായകനായെത്തിയ ചിത്രമാണ് നാളെയെ തീർപ്പ്. ഇത് 1992-ൽ വിജയിന്റെ അച്ഛനായ ചന്ദ്രശേഖർ ആണ് സംവിധാനം ചെയ്തിരുന്നത്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ചിത്രത്തിന്റെ ആദ്യ ദിനം 1.85 കോടി രൂപയാണ് കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഡീസന്റ് തുടക്കമാണെങ്കിലും ചിത്രത്തിന്റെ പോസിറ്റീവ് റെസ്പോൺസ് അനുസരിച്ച് ചിത്രം 200-ൽ നിന്ന് 225 സ്ക്രീനുകളിലേക്കാണ് ചിത്രത്തിന്റെ പ്രദർശനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. ചിത്രത്തിന്റെ ടീസറിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പൃഥ്വിരാജ്. ടീസർ ജനുവരി 26-ന് വൈകുന്നേരം 7:07-ന് പുറത്തുവിടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിത്രം മാർച്ച് 27-ന് റിലീസാകുമ്പോൾ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യമെന്നും ഖുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റേതെന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ബാനറായ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നാരായണീന്റെ 3 ആൺമക്കൾ ഫെബ്രുവരി 7-ന് തിയേറ്ററിലെത്തും. ശരൺ വേണുഗോപാൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റിലീസ് തീയതി ഉൾപ്പെടെ പോസ്റ്ററും പുറത്തിറക്കിയിട്ടുണ്ട്. ടൊവിനോ തോമസിനെ നായകനാക്കി അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ് ഐഡന്റിറ്റി. മികച്ച പ്രതികരണം നേടിയ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിയോളമാണ് നേടിയത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഗംഭീര റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ചിത്രം OTT-യിൽ റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജനുവരി 31-ന് C5-ലൂടെ ഐഡന്റിറ്റി സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ചിത്രം സ്ട്രീം ചെയ്യും. റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് 1800 കോടിയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 ഇപ്പോൾ OTT-ൽ പ്രദർശനത്തിനൊരുങ്ങുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സിലൂടെ പുഷ്പ 2 OTT-യിൽ എത്തുമെന്നാണ് വിവരം. റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി 30-31 തീയതികളിൽ പുഷ്പ 2-ന്റെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതേ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. സുരാജ് വെഞ്ഞാറമൂട് നായകനായ എക്സ്ട്രാ ഡീസന്റ് ED ഡിസംബർ 20-നാണ് തിയേറ്ററിലെത്തിയത്. ആയിഷ എന്ന ചിത്രത്തിന് ശേഷം അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ടോക്സിക്കായ ബാല്യകാലം മൂലം വിചിത്ര സ്വഭാവക്കാരനും അപകടകാരിയുമായി മാറുന്ന ബിനുവിന്റെ ജീവിതമാണ് ചിത്രം പറയുന്നത്. നർമ്മത്തിന്റെ മേമ്പൊടിയോടെയാണ് എക്സ്ട്രാ ഡീസന്റിന്റെ കഥ മുന്നേറിയത്. ഫെബ്രുവരി പകുതിയോടെ ചിത്രം OTT-യിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് പാർട്ണർ ആരെന്ന കാര്യത്തിൽ വ്യക്തമല്ല. കൂടുതൽ സിനിമാ സംബന്ധമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.